എന്റെ കാലിലൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ സഹിച്ചേനെ. പക്ഷെ ഈ മുഖത്ത് ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചില്ല. ഇത്രയും ഞാൻ ക്ഷമിച്ച് ഞാൻ ഇങ്ങനെ കൂടെ വന്നപ്പോഴും ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇപ്പം 8 മാസം ഞാൻ പിണങ്ങി നിന്നിട്ട് 3 വർഷം കഴിഞ്ഞിപ്പം ഞാൻ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കും. അടുപ്പിൽ തിളച്ചുകൊണ്ടിരുന്ന മീൻകറി തട്ടിത്തെറിപ്പിച്ച് ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് പൊള്ളലേൽപ്പിച്ചു. കൊല്ലം ആയൂരിലാണ് സംഭവം. മന്ത്രവാദത്തിന് തയ്യാറാവാത്തതിന്റെ വൈരാഗ്യത്തിലാണ് തിളച്ച മീൻകറി തട്ടിത്തെറിപ്പിച്ച് ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് പൊള്ളലേൽപ്പിച്ചത്. സംഭവത്തിൽ ഭർത്താവിനെതിരെ ചടയമംഗലം പോലീസ് കേസെടുത്തു. ആയൂർ വഞ്ചിപ്പെട്ടി ഈട്ടിവിള തെക്കേതിൽ വീട്ടിൽ 36 വയസ്സുള്ള റജീല ഗഫൂറിനാണ് പൊള്ളലേറ്റത്. ഭർത്താവ് സജീറിനെതിരെയാണ് ചടയമംഗലം പോലീസ് കേസെടുത്തത്. ഇന്നലെ രാവിലെ 9 മണിയോടുകൂടിയാണ് സംഭവം. ഇന്നലെയാണ് നടന്നത്. ഇന്നലെ കറി തിളച്ചുകൊണ്ടിരുന്ന കറിയാണെങ്കിൽ ഹസ്ബൻഡ് തട്ടി തെറിപ്പിച്ചതാ. കാരണം ഇതിനു മുന്നേ ഒരു 2-3 ആഴ്ചക്ക് മുന്നേ ഒരു ഉസ്താദ് എൻ്റെ അടുത്ത് പോയി കുറച്ച് സാധനങ്ങളും കൊണ്ടുവന്നിട്ട് തലക്ക് കഴിയാൻ തലമുടി അഴിച്ചിട്ടിട്ട് ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇരുന്നില്ല. അതിനെ പ്രതികരിക്കുകയൊക്കെ ചെയ്ത് ആ ഉസ്താദിന്റെ ഫോൺ നമ്പർ വിളിച്ചു തരാൻ പറഞ്ഞ് ആ ഉസ്താദിനോട് ഞാൻ എതിർത്ത് കുറെ സംസാരിച്ച്. അപ്പൊ ഉസ്താദ് തന്നെ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ആ കൊച്ചിന് ഇഷ്ടമല്ലേ ചെയ്യേണ്ട മാറ്റി വയ്ക്കാൻ പറഞ്ഞ് എനിക്ക് എന്തോ ബർക്കത്തും കാര്യങ്ങളും ഉണ്ടാകാൻ ചെയ്ത്താൻ കൂടിയിരിക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ഖുർആൻ ഞാൻ ഖുർആൻ ഓതി നേടിക്കോളാം, എനിക്കല്ലാതെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അതിന്റെ തലേ ദിവസം ഞാൻ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിത പ്രശ്നമായിട്ട് കുറച്ച് സംസാരിച്ചപ്പോഴേ ഞാൻ കഴിഞ്ഞ കുറച്ചു നാളുകളായി റജിലയുടെ ദേഹത്ത് സാത്താൻ കൂടിയിരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അഞ്ചൽ ഏറത്തുള്ള മന്ത്രവാദിയുടെ അടുത്ത് റജിലയെ സജീർ കൊണ്ടുപോയിരുന്നു. എന്നാൽ അതിനുശേഷം വീട്ടിൽ തിരികെ വന്ന സജീറും ഭാര്യ റജിലയും തമ്മിൽ വഴക്കുണ്ടാകുന്ന സമയത്ത് മറുപടി പറയുന്നത് നിന്റെ ദേഹത്ത് സാത്താൻ കൂടിയിരിക്കുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞ സജീർ വീണ്ടും മന്ത്രവാദിയുടെ അടുത്ത് പോയി എന്തോ ചെയ്തുകൊണ്ടുവന്ന് റജിലയോട് മുടിയഴിച്ചിട്ട് കുനിഞ്ഞിരിക്കാൻ പറയുകയും ചെയ്തു. എന്നാൽ ചെയ്തുകൊണ്ടുവന്ന കൂടോത്രം തനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് റജില വഴക്കുണ്ടാക്കുകയും ചെയ്തു. ഇതിന്റെ വൈരാഗ്യത്തിൽ ഇന്നലെ രാവിലെ 9 മണിയോടുകൂടി അടുപ്പിൽ തിളച്ചുകൊണ്ടിരുന്ന മീൻകറി സജീർ റജിലയുടെ മുഖത്തേക്ക് തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു എന്ന് റജില പറയുന്നു. പിന്നെ ഒരു തേങ്ങയില് എന്തോ ചെയ്തു തന്നെ എഴുതിയൊക്കെ തന്നെ അതിങ്ങനെ ഹസ്ബൻഡ് എന്നെ കൈ പിടിച്ചിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്ന് പിന്നെ ഖുർആനിലൊരു വചനം ഉണ്ടെന്ന് ഓതാൻ പറഞ്ഞ് അത് ഓതി. അത് ഓതാൻ ഞാൻ ഇരുന്ന്. കാരണം ഞാൻ ഓതാനല്ലേ പറഞ്ഞോളൂ. അപ്പൊ ഞാൻ ഇരുന്ന് അത് ഖുർആന് നല്ല ഇതായെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാനത് ചൊല്ലാനിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ ഈ 2-3-4-5 ആഴ്ചക്ക് മുന്നേ ഉഴിയാൻ കൊണ്ടുവന്നതിന് ഞാൻ ഇരുന്ന് കൊടുത്തില്ലല്ലോ. അന്ന് മുതല ഈ പ്രശ്നം. അന്ന് മുതൽ പിന്നെ അതിനുശേഷം എൻ്റെ അടുത്ത് മിണ്ടത്തൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവരുടെ കടയിൽ നിന്ന് മജിസ്ട്രേറ്റിൽ നിന്ന് ടൂറ് പോയി. അന്നേരം വാട്സപ്പിൽ ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ട് ഇങ്ങനെ കൊടൈക്കനാല് ടൂറ് പോകുന്നുണ്ടെന്ന് മാത്രം. എന്നിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ കഴിയും, പാചകം ചെയ്യും, കൊടുക്കും, എല്ലാം ഉണ്ട്. പക്ഷെ മിണ്ടത്തൊന്നും ഇല്ലായിരുന്നു. എൻ്റെ അടുത്തൊന്നും പറയുന്നില്ല. കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ പോവെന്നൊക്കെ പറഞ്ഞ്. പിന്നെ കുറെ നാളുകൾക്ക് മുന്നേ പലവട്ടം അടിച്ചിട്ടുണ്ട്. കസേര എടുത്ത് അടിച്ചിട്ടുണ്ട്, പ്രാങ്കമ്പ് വെച്ച് അടിച്ചിട്ടുണ്ട്. അന്നേരം എല്ലാം ഞാൻ ചടയങ്ങൾക്ക് പോയി കേസ് കൊടുത്തതിന് ശേഷം അന്തസലിലൊക്കെ പോയി വന്നതിന് ശേഷം പിന്നെ എന്നെ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് ഒരു ദിവസം മോൻ്റെ കൂടെ കൊച്ചിൻ്റെ കൂടെ ഭയങ്കര ദേഷിച്ച് ഇങ്ങനെ വന്നപ്പം കസേര എടുത്തടിക്കാൻ പോയപ്പം കൊച്ചിന് കൊള്ളാതിരിക്കാൻ വേണ്ടി അത് ഞാൻ കയറിക്കൊണ്ട്. റജിലയുടെ നിലവിളി കേട്ട് നാട്ടുകാരും ബന്ധുക്കളും ഓടിയെത്തി റജിലയെ ആദ്യം ആയൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. റജിലയുടെ മുഖത്തും ദേഹത്തും പൊള്ളലേറ്റിട്ടുണ്ട്. റജിലയുടെ മൊഴി രേഖപ്പെടുത്തിയ ചടയമംഗലം പോലീസ് ഭർത്താവ് സജീറിനെതിരെ കേസെടുത്തു.